നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് പുതിയൊരു ദശകം നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 43 തൃണാവർത്തവധം. തൃണാവർത്തൻ എന്ന അസുരൻ ഉണ്ണിക്കണ്ണനെ വധിക്കാനായി വന്ന് മോക്ഷം പ്രാപിച്ച കഥയാണ് ഇതിൽ ഭട്ടതിരിപ്പാട് വർണ്ണിച്ചിരിക്കുന്നത്. ഇതെന്താണ് ഉണ്ണിക്കണ്ണന് ഇത്ര ഭാരം തോന്നാൻ കാരണം? മടിയിലിരുന്ന ഭഗവാന് ഭാരമേറി വന്നപ്പോൾ ഭയപ്പെട്ട യശോദ വിഷാദം കൊണ്ട് മനം കലങ്ങി തൻ്റെ പുത്രന് ഒന്നും സംഭവിക്കരുതെന്ന പ്രാർത്ഥനയോടുകൂടി കുഞ്ഞിനെ കിടക്കയിൽ കിടത്തിയിട്ട് ജോലികളിൽ മുഴുകി. അപ്പോൾ അകലെ നിന്നും കേൾക്കപ്പെട്ട് ഭയങ്കരമായ ശബ്ദം കൊണ്ടും എങ്ങും പരന്ന കാറ്റിൽ ഉയർന്ന പൊടിപടലങ്ങൾ കൊണ്ട് ദിക്കുകൾ മറയ്ക്കപ്പെട്ടു. കാറ്റിൻ്റെ രൂപം ധരിച്ച തൃണാവർത്തൻ എന്ന അസുരനായിരുന്നു അത്. ആ അസുരൻ ജനഹൃദയഹാരിയായ ഉണ്ണിക്കണ്ണനെ എടുത്തുകൊണ്ടുപോയി. കാറ്റടിച്ച് പൊടിപടലങ്ങൾ കാരണം ഒന്നും കാണാൻ കഴിയാതെ ഗോപവൃന്ദം വിഷമിച്ചിരിക്കുമ്പോൾ യശോദ വേപഥുവോടുകൂടി മകന് എന്തു പറ്റി എന്ന് ആർത്തു നിലവിളിച്ചുകൊണ്ട് ഓടിയെത്തി. അതിശക്തനായിരുന്നിട്ടു പോലും തൃണാവർത്തന് ഭഗവാന്റെ ഭാരം സഹിക്കാനായില്ല. അവൻ ചലനമറ്റ് നിലംപതിച്ചു നിശ്ചേഷ്ടനായിത്തീർന്നു. അപ്പോൾ പൊടിപടലവും ശബ്ദവും നിലച്ചു. യശോദയുടെ കരച്ചിൽ മാത്രം എങ്ങും വ്യാപിച്ചു നിന്നു. യശോദയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട് ഗോപന്മാരെല്ലാം നാനാഭാഗത്തു നിന്നും ഓടിക്കൂടി. തൃണാവർത്തനാകട്ടെ എല്ലാവർക്കും മോക്ഷം കൊടുക്കുന്ന ഭഗവാനെ വിടുവിക്കാൻ ശ്രമിച്ചു. ഭഗവാൻ വിടാതായപ്പോൾ ആകാശദേശത്ത് നിന്ന് അസുരൻ താഴെ വീണു. കരഞ്ഞുകൊണ്ട് ഗോപന്മാർ 4 ഭാഗവും നോക്കി നിൽക്കുമ്പോൾ അസുരൻ്റെ തടിച്ച ശരീരം ഗോകുലത്തിനു വെളിയിൽ ഒരു പാറപ്പുറത്ത് വീഴുന്നതും അവൻ്റെ മാറിൽ ഉണ്ണിക്കണ്ണൻ ചിരിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു. തൃണാവർത്തൻ്റെ വലുതായ ശരീരം പാറപ്പുറത്ത് വീണ് തകർന്ന് അവൻ മരിച്ചു. ഭഗവാൻ ആ ശരീരത്തിൽ ചിരിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്നു. ഗോപന്മാർ ഒരു പർവ്വതത്തിൽ നിന്നും നീലക്കല്ല് എടുക്കുന്നത് പോലെ ഭഗവാനെ എടുത്തുകൊണ്ടുപോയി. ഭഗവാന്റെ ഓരോ അംഗവും പിടിച്ച് ഗോപന്മാർ ചുംബിച്ചു. ഭഗവാനെ എടുക്കാൻ കൊതിക്കുന്ന ഗോപവനിതമാരുടെ കൈകളിലേക്ക് ഭഗവാൻ ചാടി വീണു. അടിക്കടി ആപത്തുകൾ സംഭവിക്കുന്നത് കണ്ട നന്ദഗോപൻ തുടങ്ങിയവർ ഭഗവാൻ കൃഷ്ണന്റെ രക്ഷയ്ക്കായി ഭക്തന്മാരുടെ ദുഃഖമകറ്റുന്ന സാക്ഷാൽ ഭഗവാനെ തന്നെ അകമഴിഞ്ഞു പ്രാർത്ഥിച്ചു. കൊടുങ്കാറ്റായി വന്ന അസുരനെ നശിപ്പിച്ച ഭഗവാനെ, അവിടുത്തേക്ക് വാതരോഗത്തെ നശിപ്പിക്കാനാണോ പ്രയാസം? എന്താണ് അവിടുന്നത് ചെയ്യാത്തത്? എന്നിൽ ദയവില്ലാഞ്ഞിട്ടാണെന്നാണോ ഞാൻ വിചാരിക്കേണ്ടത്? ഞാൻ വീണ്ടും വീണ്ടും അങ്ങയുടെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന അവിടുന്ന് പ്രസാദിക്കുന്നത് വരെ തുടരും. വേറെ ആരും എനിക്ക് ആശ്രയമായിട്ടില്ല എന്ന് മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാട് ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 43 തൃണാവർത്തവധം. ശ്ലോകം 1. ത്വാമേകദാ ഗുരുമരുത്പുരനാഥവോഢും ഗാഠാധിരൂഢകരിമാണമപാരയന്തി മാതാ നിധായ ശയനേ കിമിദം വദേതി ധ്യായന്ത്യചേഷ്ടത ഗൃഹേഷു നിവിഷ്ടശങ്കാ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. ത്വാം ഏകദാ ഗുരുമരുത്പുരനാഥ വോഢും ഗാഠാധിരൂഢ ഗരിമാണം അപാരയന്തി. ചേർത്ത് ചൊല്ലുമ്പോൾ ത്വാമേകദാ ഗുരുമരുത്പുരനാഥ വോഢും ഗാഠാധിരൂഢ ഗരിമാണമപാരയന്തി. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം.
ത്വാമേകത ത്വാം അവിടുത്തെ, ഏകത ഒരിക്കൽ, ഗുരുമരുത്പുരനാഥ ഗുരുവായൂരമരുന്ന ഭഗവൻ, വോഢും വഹിക്കാൻ, ഗാഠാധിരൂഢഗരിമാണം അത്യന്തം പെരുകിയ ഭാരത്തോടു കൂടിയ, അപാരയന്തി കഴിവില്ലാത്തവളായി തീർന്നിട്ട്. ഇതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ ത്വാമേകത, ത്വാ എന്നാവുള്ള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ദ എന്നുള്ളത് ദയയിലത്തെ, ഗുരുമരുത്പുരനാഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. വോഢും ഠു എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ഗാഠാധിരൂഢഗരിമാണം അതേപോലെ തന്നെയാണ്. ഗാഠ എന്നുള്ളതിലത്തെ ഠ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഥീന്ന് ഊന്നി പറയാനുള്ളതാണ്. രൂഢ എന്നുള്ളതും വീണ്ടും അതേപോലത്തെ ഠ എന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. അപാരയന്തി ന്തി എന്നുള്ളത് നാത്താന്നാണ് അവിടെ നീട്ടിയിട്ട്. മാതാ നിധായ ശയനേ കിമിദം വദേതി ധ്യായന്ത്യചേഷ്ടത ഗൃഹേഷു നിവിഷ്ടശങ്ക. ചേർത്ത് ചൊല്ലുമ്പോൾ മാതാ നിധായ ശയനേ കിമിദം വദേതി ധ്യായന്ത്യചേഷ്ടത ഗൃഹേഷു നിവിഷ്ടശങ്ക. ഇതിലത്തെ അക്ഷരങ്ങൾ നോക്കാം. മാതാ നിധായ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. കിമിദം ദ എന്നുള്ളത് ദയയിലത്തെ. ബദേതി ബ ബാലൻ എന്നൊക്കെയുള്ള ബ എന്നാണ്. തേ തി രണ്ടും താന്നാണ്. ധ്യായന്ത്യ ധ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ചേഷ്ടത ഷ്ട ഷ്ടാന്ന് ഒട്ടും ഊന്നി പറയണ്ട. ഗൃഹേഷു നിവിഷ്ടശങ്ക നിവിഷ്ടശങ്ക ദീർഘം അങ്ങനെ നീട്ടിയിട്ട് നിർത്തണം. നമുക്കിതിലെ അർത്ഥം നോക്കാം. മാതാ മാതാവായ യശോദ, നിധായ കിടത്തിയിട്ട്, ശയനേ കിടക്കയിൽ, കിമിദം ബദ ഇതെന്തൊരത്ഭുതം, ഇതി എന്ന് ചിന്തിച്ച്, ധ്യായന്തി ഭഗവാനെ ധ്യാനിക്കുന്നവളായി, അചേഷ്ടത കർമ്മനിരതയായി തീർന്നു, ഗൃഹേഷു ഗൃഹത്തിൽ, നിവിഷ്ടശങ്ക സംശയത്തോടുകൂടി. ത്വാമേകദാ ഗുരുമരുത്പുരനാഥവോഢും ഗാഠാധിരൂഢഗരിമാണമപാരയന്തി മാതാ നിധായ ശയനേ കിമിദം വദേതി ധ്യായന്ത്യചേഷ്ടത ഗൃഹേഷു നിവിഷ്ടശങ്ക. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. താവദ്വിദൂരമുപകർണിത ഘോരഘോഷവ്യാജൃംഭിപാംസു പടലീ പരിപൂരിദാശ വാദ്യാവപുസ്സ കില ദൈത്യവരസ്തൃണാവർത്താഖ്യോ ജഹാര ജനമാനസഹാരിണം ത്വാം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. താവത് വിദൂരം ഉപകർണിത ഘോരഘോഷവ്യാജൃംഭി പാംസു പടലി പരിപൂരിദാശ. അവിടെ വിസർഗമുണ്ട്, അപ്പോൾ വിസർഗത്തോടു കൂടെ നിർത്തണം. ചേർത്ത് ചൊല്ലുമ്പോൾ താവത് വിദൂരമുപകർണിത ഘോരഘോഷവ്യാജൃംഭി പാംസു പടലി പരിപൂരിദാശ. അവിടെ വിസർഗം, അപ്പോൾ വിസർഗത്തോടു കൂടെ നിർത്തണം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. താവത് അപ്പോൾ, വിദൂരം വളരെ അകലെ നിന്നും, ഉപകർണിതമായ കേൾക്കപ്പെട്ട, ഘോരമായ ഉച്ചത്തിൽ മുഴങ്ങുന്ന, ഘോഷം ശബ്ദം, വ്യാജൃംഭിയായ എങ്ങും പരക്കുന്ന, പാംസു പൊടി, പാംസു പടലി പൊടിപടലം, ഉപകർണിത ഘോരഘോഷ വ്യാജൃംഭി പാംസു പടലി പരിപൂരിദാശ കേൾക്കപ്പെടുന്ന ഭയങ്കര ശബ്ദം കൊണ്ടും വ്യാപിക്കുന്ന പൊടിപടലം കൊണ്ടും നിറയ്ക്കപ്പെട്ട ദിക്കുകളോടു കൂടിയവനും. നമുക്കിതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ നോക്കാം. താവദ്വി എന്നുള്ളത് താവത് വിദൂര എന്ന് പിരിച്ചു ചൊല്ലാം. ഘോര ഘോഷ എന്നുള്ളതിൻ്റെ രണ്ട് ഖാന്നും നന്നായിട്ട് ഊന്നി പറയണം. വ്യാജൃംഭി ഭി ഊന്നി പറയണം. വാദ്യ വപു സ കില ദൈത്യവര സ്തൃണാവർത്ത ആഖ്യോ ജഹാര ജനമാനസഹാരിണം
ത്വാം. ചേർത്ത് ചൊല്ലുമ്പോൾ വാത്യാവപുസ്സകില ദൈത്യവരസ്തൃണാവർത്താഖ്യോ ജഹാര ജനമാനസഹാരിണം ത്വാം. ഇവിടെ വാത്യാവപു അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ സാന്ന് ഡബിളായിട്ട് ചൊല്ലണം. തൃണാവർത്ത ദൈത്യവര തൃണാവർത്ത ചേർത്ത് ചൊല്ലുമ്പോൾ ദൈത്യവരസ്തൃണാവർത്താഖ്യോ ഖ്യോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ജഹാര ജനമാനസഹാരിണം ത്വാം അങ്ങനെ നിർത്താം. വാത്യാവപു കൊടുങ്കാറ്റിൻ്റെ രൂപമുള്ളവനുമായ ദൈത്യവരം കംസസേവകനായ അസുരൻ ജഹാര കില എടുത്തുകൊണ്ടുപോയി. ജനമാനസഹാരിണം ജനങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്ന ത്വാം അവിടുത്തെ. താവത് വിദൂരമുപകർണിത ഘോരഘോഷവ്യാജൃംഭിപാംസു പടലീ പരിപൂരിതാശ വാത്യാവപുസ്സകില ദൈത്യവരസ്തൃണാവർത്താഖ്യോ ജഹാര ജനമാനസഹാരിണം ത്വാം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.